ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞു. അതിന് അടുക്കം തന്നെ തിരുവനന്തപുരം നഗരസഭയിലെ ഏകദേശം എല്ലാ സ്ഥലത്തും ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. മേയറും ഡെപ്യൂട്ടി മേയറും എല്ലാവരും ഇറങ്ങിത്തന്നെയാണ് ഈ പ്രവർത്തനത്തിന് മുന്നോട്ട് വഹിക്കുന്നത്. എന്തായാലും നമ്മളോടൊപ്പം തിരുവനന്തപുരം മേയർ കൂടെയുണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. സർ, എങ്ങനെയാണ് ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ എത്രത്തോളം വിജയകരമാണ്? വളരെ നന്നായിട്ട് ഇപ്പോൾ തന്നെ ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ ചില സ്ഥലങ്ങൾ അത് ചവറ് കൊണ്ടുപോയ ടിപ്പറുകൾ വരാൻ വേണ്ടി കുറച്ച് റോഡ് ബ്ലോക്ക് ആയതുകൊണ്ടാണ് അവിടെ ഞങ്ങളെത്തി. അതുകൂടെ കഴിഞ്ഞാൽ എല്ലായിടവും ശരിയാവും. എല്ലാ സ്ഥലങ്ങളും നിശ്ചയിച്ച ആൾക്കാരുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ തന്നെ ക്ലീനിങ് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും രാത്രി ഒരു 8:30 മണിയോടുകൂടി കൃത്രിമ മഴ പെയ്യിച്ച് നഗരം വൃത്തിയാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. നന്നായിട്ട് പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള കല്ലുകൾ എങ്ങോട്ടാണ് മാറ്റുന്നത്? ഈ കല്ലുകളൊക്കെ തന്നെ ഇപ്പോൾ ചാല ബോയ്സ് സ്കൂളിലേക്കാണ് മാറ്റുന്നത്. അതിനുശേഷം ഞങ്ങൾ ആലോചിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും. എത്രത്തോളമാണ് ഈ പ്രാവശ്യത്തെ പൊങ്കാല മറ്റ് പൊങ്കാലയേക്കാൾ വ്യത്യസ്തമായത്? ഏറ്റവും കൂടുതൽ ആൾക്കാർ ആറ്റുകാലിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങളെത്തിയ പൊങ്കാലയാണിത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെന്നാൽ ഇത്രയും പേർക്ക് എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഉള്ള ആത്മവിശ്വാസം. അതിന് നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. തീർച്ചയായിട്ടും അതിന് പൊതുസമൂഹത്തോട്, സന്നദ്ധ സംഘടനകളോട്, ഗവൺമെൻറ്, സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റുകളോട്, പ്രത്യേകിച്ച് കോർപ്പറേഷൻ ജീവനക്കാരോട്, ഭക്തജനങ്ങളോട് എല്ലാവരോടും തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്, മാധ്യമ സുഹൃത്തുക്കളോട് ഉൾപ്പെടെ. സർ, അതുപോലെ തന്നെ ഇന്നലെ ഉള്ള ഒരു പ്രശ്നമാണ് അങ്ങോട്ട് ചോദിക്കണം എന്നുള്ള ഇതുണ്ടായിരുന്നു. എല്ലായിടത്തും ദാഹജലം എത്തിയെങ്കിൽ പോലും ഇന്നലെ ചില സ്ഥലത്ത് ദാഹജലത്തിന്റെ ലഭ്യത കുറവുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം? അതായത് പൈപ്പിലൂടെ വെള്ളം എത്തിക്കാൻ വാട്ടർ അതോറിറ്റിയാണ് ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് അതിനുള്ള മെക്കാനിസം ഇല്ല. അപ്പോൾ വാട്ടർ അതോറിറ്റി അവിടെ എയർ ബ്ലോക്ക് ഉണ്ടായി, ചിലയിടത്ത് വാൽവ് പൊട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ചില ഉദ്യോഗസ്ഥർ വാൽവ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട അനാസ്ഥ ഉണ്ടായോ എന്ന് സംശയിച്ചുകൊണ്ട് അത് അന്വേഷിക്കാൻ വേണ്ടി അല്ല, അത് ജല അതോറിറ്റിയാണ് പറയേണ്ടത്. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയാണ് പറയേണ്ടത്. എന്തായാലും കോർപ്പറേഷൻ 52 വാർഡുകളിലും ഒരു വാർഡിന് ഒരു ടാങ്കർ വെച്ച് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ശുദ്ധജലം വിതരണം ചെയ്യാൻ വേണ്ടി. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് 8 ടാങ്കറുകളും ഞങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊങ്കാല ഇടാൻ വന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇനി കുടിവെള്ളക്ഷാമം പരിഹരിക്കപ്പെടുന്നവരെ ഈ ടാങ്കറുകൾ അവിടെ തുടരും. എത്രത്തോളമാണ് ഇപ്രാവശ്യത്തെ പൊങ്കാലയിൽ ചില തട്ടിപ്പുകൾ ഉണ്ടായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്? അത് വലിയ ബോധ്യപ്പെട്ട കാര്യം പാർക്കിങ്ങിന്റെ കാര്യത്തിലാണ്. പാവപ്പെട്ട ആൾക്കാർ തിരുവനന്തപുരത്തിന് പുറത്തു വരുമ്പോഴേക്ക് 1000 രൂപ വരെ സർക്കാർ സ്കൂളിലെ മൈതാനത്ത് പോലും ബസ് പാർക്ക് ചെയ്തതിന് രാവിലെ 8 മണി മുതൽ 2 മണി വരെ പാർക്ക് ചെയ്യാൻ 1000 രൂപ PT എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്വകാര്യ വ്യക്തികളുടെ പാർക്കിംഗ് റോഡിലൊക്കെ തന്നെ ലൈസൻസ് ഇല്ലാതെ ഒരു ഓൾട്ടോ കാർഡ് 400 രൂപ ഫീസ് വാങ്ങിയ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ബാക്കിയുള്ള പണമൊക്കെ തന്നെ നിയമവിധേയമല്ലാതെ വാങ്ങി എല്ലാം തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും അടുത്ത കൊല്ലം പാർക്കിംഗ് തന്നെ ഒരു പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റായി എടുത്ത് ചർച്ച ചെയ്ത് കൃത്യമായ മാനദണ്ഡങ്ങൾ വയ്ക്കണമെന്ന് ഇത് ഞങ്ങളുടെ ഒരു പാഠമാക്കി ഞങ്ങൾ എടുക്കും. അതുപോലെ തന്നെ ഇന്നലെ ഞങ്ങൾ ജനങ്ങളോട് ചോദിച്ചപ്പോൾ അവരുണ്ടായ ഒരു കാര്യമാണ് മൊബൈൽ ടോയ്ലറ്റുകൾ കൂടുതൽ നഗരത്തിൽ സ്ഥാപിച്ചാൽ വളരെ നല്ലതായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം. അല്ല, അതിൽ മൊബൈൽ ടോയ്ലറ്റ് സ്ഥാപിച്ചിരുന്നു. ഇനി കൂടുതലായിട്ടുള്ള അങ്ങനെ ആവശ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പരിശോധിക്കും. അടുത്ത തവണ വരുമ്പോഴേക്ക് 200 ശുചിമുറികൾ കോർപ്പറേഷൻ ഞങ്ങളുടെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വരുമ്പോഴേക്ക് കൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. എന്തായാലും BJP അധികാരത്തിലുള്ള ആദ്യത്തെ പൊങ്കാലയാണ്. എന്താണ് പൊങ്കാല വിശേഷങ്ങൾ? ആദ്യമായിട്ട് മേയറായതിനു ശേഷമുള്ള ആദ്യത്തെ പൊങ്കാലയാണ്. തീർച്ചയായിട്ടും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. വളരെ നന്നായിട്ട് മനോഹരമായിട്ട് ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചു. 1 മണിക്കൂറിൻ്റെ കഴിയുമ്പോഴേക്കും നഗരം പൂർണ്ണമായി ശുചിയാക്കി കൃത്രിമ മഴ പെയ്യിച്ച് നഗരം ക്ലീനാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ഓക്കെ, താങ്ക് യു. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ആയതുള്ളൂ. ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരം നഗരസഭയിലൂടെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തൂടെ നടന്നാൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കോർപ്പറേഷൻ ചേച്ചിമാർ അത് വളരെ വൃത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. സ്റ്റാച്യു ഭാഗം അവർ വൃത്തിയാക്കി കഴിഞ്ഞു. ഇപ്പോൾ നമ്മളുള്ളത് സംസ്കൃത കോളേജിൻ്റെ ആ ഒരു റോഡിലാണ്. എന്തായാലും ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണ് അവർ ഇട സമയങ്ങളിൽ കൊണ്ടുവരുന്ന ഭക്ഷണമാണ് ഈ ഹോട്ടലിൽ കൊണ്ട് ഇവർക്ക് വേണ്ടി കൊടുക്കുന്നത്. ചേച്ചി, എങ്ങനെയാണ് വൃത്തിയാക്കി കഴിഞ്ഞു? വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഡ്യൂട്ടി ഉണ്ടായിരുന്നു 2:30 മണിക്ക് ശേഷം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇത് സ്ഥലം തന്നിരിക്കുന്നത്? ഓ, അത് തന്നെ അറിയത്തില്ല. ഓ, അങ്ങനെ തന്നിട്ടുണ്ട്. എന്തായാലും വളരെ സ്റ്റാച്ചു ഭാഗമൊക്കെ നോക്കിയാൽ നല്ല പൊങ്കാല എത്തിച്ചായിരുന്നു. പൊങ്കാല ഞായിട്ടില്ല. എങ്ങനെയാണ് ഈ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നത്? എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ്? രാവിലെ ഉച്ചയ്ക്ക് 2:30 മണി തൊട്ട് തീരുന്നത് വരെ ഡ്യൂട്ടി ഉണ്ട്. ഭക്ഷണം എങ്ങനെയാണ്? ജലം ഇങ്ങനെ എല്ലാം കൊണ്ടുവരും. നോക്കിയാൽ കാണാൻ കഴിയും. അതായത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷ്യ സാധനങ്ങളാണ്
ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവരൊക്കെ തന്നെയാണ് പൊങ്കാല എന്ന് പറയുന്നതിലപ്പുറം പൊങ്കാല കഴിഞ്ഞുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നമ്മുടെ കോർപ്പറേഷനിലെ ചേച്ചിമാർ അത് വളരെ കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ട് അതെല്ലാം നിർവഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഇത്ര ഏരിയ ഒരാൾക്ക് എന്നുള്ള രീതിയിലാണോ? അങ്ങനെയല്ല, കോർപ്പറേഷൻ ജീവനക്കാരും ഹരിതകർമ്മ അങ്ങനെ കുറച്ച് പേരുണ്ട്, കുറേ പേര് വണ്ടിയിൽ നിൽപ്പുണ്ട്, കുറേ പേര് ചെങ്കട്ട അതിന് നിൽക്കുന്നുണ്ട്, കുറേ പേര് തൂക്കാൻ നിൽപ്പുണ്ട്. അങ്ങനെ ഓരോന്നാ സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെ പോകും. ഹരിതകർമ്മസേനയും കോർപ്പറേഷൻ ജീവനക്കാരും ഒരുമിച്ച് ഒരു ശുചീകരണ പ്രവർത്തനം നടത്തി വരുന്നത്. പൊങ്കാല അർപ്പിക്കാൻ സാധിച്ചായിരുന്നു? തീരൂല, രാത്രിയാവും. സന്തോഷമല്ലേ ആറ്റുതലമേലെ പൊങ്കാല കഴിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വൃത്തിയാക്കുന്നത്? ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള റോഡാണ്, പൊതുവഴിയാണ്. എന്തായാലും സന്തോഷം ചേച്ചി. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് വെറും 3 മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോൾ തിരുവനന്തപുരം വളരെ വൃത്തിയായി മാറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ നമുക്ക് കാണാൻ കഴിയും ഇവിടെയുള്ള എല്ലാ ഭാഗങ്ങളിലും പൊങ്കാല അടുപ്പുകളും മറ്റും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ചവറുകളും ഒക്കെ ഒരുപാടുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. എന്നാൽ കുറച്ച് മണിക്കൂറുകൾക്കകം തന്നെ തിരുവനന്തപുരം നഗരസഭ ശുചീകരണ പ്രവർത്തകരും അതുപോലെ തന്നെ തിരുവനന്തപുരത്തിലെ ഹരിതകർമ്മ സേനയും കൂടെ ചേർന്ന് തിരുവനന്തപുരം നഗരമൊട്ടാകെ നല്ല വൃത്തിയാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ചുടുകട്ടകൾ മറ്റൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ മാറ്റും, ചാല ബോയ്സ് ഹൈ സ്കൂളിലേക്ക് ഇപ്പോൾ മാറ്റും, പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റും ആലോചിച്ച് തീരുമാനിക്കും എന്നുള്ള വിവരങ്ങളാണ് മേയർ വി രാജേഷ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഇന്ന് രാവിലെ തന്നെ നിറച്ചും പൊങ്കാല ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഒരുപാട് അമ്മമാർ പൊങ്കാല അർപ്പിച്ചു. അത് കഴിഞ്ഞ് അവർ പോയ സമയത്ത് നമുക്ക് ഈ വഴി പോകുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് ഒരുപാട് വേസ്റ്റ് പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ മറ്റ് പൊങ്കാല അർപ്പിച്ചതിന് ശേഷമുള്ള സാധനങ്ങളുമൊക്കെ റോഡിലുണ്ടായിരുന്നു. എന്നാൽ വളരെ വൃത്തിയായി ഈ റോഡ് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. വെള്ളയമ്പലം, തമ്പാനൂർ, വഴുതയ്ക്കാട് തുടങ്ങിയ എല്ലാ ഭാഗത്തും ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരികയാണ്. രാത്രി 8:30 അടുക്കുന്ന സമയത്ത് ഇതെല്ലാം വൃത്തിയാക്കും എന്നുള്ള രീതിയിലാണ് മേയറും അധികൃതരും നമ്മളോട് അറിയിച്ചിരിക്കുന്നത്.